കടുത്ത പ്രതിഷേധങ്ങൾക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട്ടെ ആദ്യ പരിപാടിയിൽ പങ്കെടുക്കാനെത്തി. ട്രപ്പൻ ഹോട്ടലിലെ പുസ്തക പ്രകാശന ചടങ്ങിലാണ് പിണറായി വിജയൻ ആദ്യം പങ്കെടുക്കുന്നത്. ഇന്ന് 3 പരിപാടികളാണ് മുഖ്യമന്ത്രിക്ക് ജില്ലയിലുള്ളത്. ശക്തമായ സുരക്ഷയാണ് പോലീസ് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. കോഴിക്കോട് കാരപ്പറമ്പിൽ പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു. മഴയ്ക്ക് പിടിച്ചാൽ വേനാക്കേണ്ട ഗതികളൊന്നും ഉണ്ടാക്കിയില്ല. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ കറുത്ത മാസ്കും വസ്ത്രങ്ങളും ഒഴിവാക്കണമെന്ന് കോഴിക്കോട് രൂപത ഇതിനിടെ വിശ്വാസികൾക്ക് നിർദ്ദേശവും നൽകി. രൂപതയുടെ ശതാബ്ദി ആഘോഷം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് നിർദ്ദേശം. ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. കോഴിക്കോട് നിന്ന് വിനേഷ് കുമാറിലേക്ക്. ആദ്യം വിനേഷ്, മലപ്പുറത്തേതുപോലെ തന്നെയുള്ള വലിയ രീതിയിലുള്ള സുരക്ഷ പോലീസ് സേനയെ വിന്യസിച്ചിരിക്കുന്നു കോഴിക്കോട്. എന്നിട്ടും പ്രതിഷേധ കാര്യങ്ങൾ പോയി എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് പരിപാടിക്ക് തൊട്ടു മുൻപ് മുഖ്യമന്ത്രി പങ്കെടുക്കാൻ എത്തിയപ്പോൾ ഏത് രീതിയിലായിരുന്നു സ്ഥിതി? അപർണ, മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പ്രവേശിച്ചത് മുതൽ ഇതിനിടെ 2 സ്ഥലത്താണ് കരിങ്കൊടി കാണിച്ചത്. ആദ്യം രാമനാട്ടുകരയ്ക്കും കഴിഞ്ഞ് പന്തീരങ്കാവിലെത്തിയപ്പോഴായിരുന്നു യുവമോർച്ച പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെ കരിങ്കൊടി വീശിയത്. അതിനുശേഷം 1:05 മുഖ്യമന്ത്രി ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലെത്തി. ഇപ്പോൾ 3:45 ശേഷമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ആദ്യ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഈ ആദ്യ പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി ഇറങ്ങുന്നതിന്റെ തൊട്ടു മുമ്പ് സംശയ സാഹചര്യത്തിൽ കണ്ട 2 യൂത്ത് കോൺഗ്രസ്, അതായത് അപർണ പറഞ്ഞ യൂത്ത് ലീഗാണ് എന്നുള്ളൊരു സംശയമായിരുന്നു നമ്മളിത്. പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ആദ്യം ഇവരെ ഈ സംശയ സാഹചര്യത്തിൽ ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ കരിങ്കൊടി കാണിച്ച യുവമോർച്ച പ്രവർത്തകരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. പോലീസിന്റെ വാഹനത്തിൽ കൊണ്ടുപോയിരിക്കുന്നത്. അല്പസമയം മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയെങ്കിലും അല്പസമയം ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ കാരപ്പറമ്പ് ജംഗ്ഷൻ ഗതാഗതം സ്തംഭിച്ചിരുന്നു. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. വലിയ പോലീസ് സന്നാഹം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ മുഖ്യമന്ത്രിയുടെ 2 പരിപാടികളും അടുത്തടുത്താണ് നടക്കുന്നത്. ഒന്ന് ട്രിപ്പന്റെ ഹോട്ടലിലെ പാർട്ടി നേതാവിന്റെ പുസ്തക പ്രകാശനമാണ്. അതിനുശേഷം ഒന്ന് സഹകരണ ആശുപത്രിയിലെ ഒരു ഉദ്ഘാടന പരിപാടിയാണ്. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ക്രിസ്ത്യൻ കോളേജിന് സമീപമുള്ള ഹാളിൽ കോഴിക്കോട് രൂപയുടെ 100ാം വാർഷികത്തിൽ ഉദ്ഘാടനത്തിനെത്തുന്നത്. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എല്ലായിടങ്ങളിലും മുഖ്യമന്ത്രി കടന്നുപോകുന്ന വീതികളിലെല്ലാം തന്നെ വലിയ തോതിൽ തന്നെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് അല്പസമയം മുമ്പ് യൂത്ത് കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സുരക്ഷയിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ളൊരു വിലയിരുത്തൽ ഉണ്ട് പോലീസിന്. കാരണം ഇത്രയും പോലീസ് സന്നാഹം ഉണ്ടായിട്ട് പോലും ഇതിനെ മറികടന്നുകൊണ്ടാണ് പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം മുഖ്യമന്ത്രിക്ക് നേരെ അരങ്ങേറിയിട്ടുള്ളത്. എന്തായാലും മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ ഈ പരിപാടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഈ പരിപാടികളെല്ലാം തന്നെ 5:30 തന്നെ അവസാനിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ 3:30 തുടങ്ങേണ്ട പരിപാടിക്ക് ഏകദേശം മുഖ്യമന്ത്രി ഇതുവഴി കടന്നുപോയത് 3:45
ശേഷമാണ് 4 മണിയോടുകൂടി പരിപാടി തുടങ്ങാൻ പാകത്തിനാണ് മുഖ്യമന്ത്രി കടന്നുപോയിട്ടുള്ളത്. ഇതിനുശേഷം തൊട്ടടുത്തുള്ള സഹകരണ ആശുപത്രിയിലേക്കാണ് പോവുക. അതിനുശേഷമായിരിക്കും ക്രിസ്ത്യൻ കോളേജിന് സമീപം പോവുക. എന്തായാലും രണ്ടിടത്താണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചിട്ടുള്ളത്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ മറികടന്നുകൊണ്ടാണ് പ്രതിപക്ഷ സംഘടനകളുടെ പ്രവർത്തകർ മണിക്കൂറുകളിൽ നേരത്തെ മലപ്പുറത്തുള്ളതിന് തുല്യമായിട്ടുള്ള ഒരു സുരക്ഷയിലേക്ക് കാര്യങ്ങൾ പോയിട്ടും പാളിച്ചയുണ്ടായി എന്നുള്ളൊരു വിലയിരുത്തൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാവുന്നെങ്കിൽ വരും മണിക്കൂറുകൾ കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത, ഒരുപക്ഷെ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കാനുള്ള സാധ്യതയെല്ലാം ഉണ്ടോ പോലീസിന്? അങ്ങനെയാണെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് പരിപാടികൾ നടക്കുന്ന നഗരപ്രദേശങ്ങളെല്ലാം കടക്കുമോ? വിനേഷിലേക്ക് വീണ്ടും ഇപ്പോൾ മുഖ്യമന്ത്രി കോഴിക്കോട് എത്തിയിരിക്കുന്നു. മലപ്പുറത്തെ പരിപാടിക്ക് ശേഷമാണ് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത്. 500ഓളം പോലീസുകാരെ ഈ സുരക്ഷയായി നിയോഗിച്ചിട്ടും പ്രതിഷേധങ്ങൾ ഉണ്ടായിരിക്കുന്നു. അത് വീഴ്ചയാണെന്ന് പോലീസ് വിലയിരുത്തുന്നു എന്നുള്ളൊരു സൂചന എന്നുള്ള റിപ്പോർട്ടാണ് എസ് വിനേഷ് കുമാർ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ട്രൈപ്പൻഡ് ഹോട്ടലിൽ നടക്കുന്ന പുസ്തക പ്രകാശനമാണ് മുഖ്യമന്ത്രി ആദ്യം പങ്കെടുക്കുന്നത്. അവിടെയാണ് മുഖ്യമന്ത്രി ഉള്ളത്. അതിന്റെ തത്സമയ സംപ്രേഷണവും നമ്മൾ നേരത്തെ കാണിക്കൊണ്ട് തുടർന്ന് ജില്ലാ സഹകരണ ആശുപത്രിയിലെ പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി എത്തും. വഴി നീളെ മലപ്പുറത്തെ എങ്ങനെയായിരുന്നു പ്രതിഷേധം, അത് കണക്കിനുള്ള പ്രതിഷേധം കോഴിക്കോടും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ കൂടി വിനേഷ്, പോലീസിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇത്രയും സുരക്ഷ ഉണ്ടായിട്ടും പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ കൂടുതൽ നിയന്ത്രണം കൊണ്ടുവരാനുള്ളൊരു നീക്കമുണ്ടോ പോലീസിന്? കൂടുതൽ പോലീസിനെ വീണ്ടും സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസിനെ വിന്യസിക്കാനുള്ള ഒരു സ്ഥിതിയുണ്ടോ? അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ നിയന്ത്രണത്തിലേക്ക് പോകുമോ? വിവരം എന്താണ്? അപർണ, ഇപ്പോൾ തന്നെ വലിയ പോലീസ് സന്നാഹമുണ്ട്. 500-ലധികം പോലീസുകാരെ അധികമായി കോഴിക്കോട് നഗരത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. 30 SI-മാർക്ക് ഇതിന്റെ ചുമതലയുണ്ട്. ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിനുള്ള ചുമതല നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മുഖ്യമന്ത്രി കടന്നുവരുന്ന വഴികളിലെല്ലാം തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. കറുത്ത മാസ്കോ മറ്റോ ധരിച്ചുകൊണ്ട് ഇതുവഴി ആളുകൾക്ക് കടന്നു പോകുന്നതിനെല്ലാം തന്നെ കർശനമായ നിബന്ധനകളും അല്ലെങ്കിൽ അത് ഊരി മാറ്റുന്ന ഉൾപ്പെടെ നടപടിയിലേക്ക് പോലീസ് പോയിട്ടുണ്ട്. പക്ഷേ പോലീസ് പറയുന്ന ഔദ്യോഗികമായിട്ട് തങ്ങൾക്ക് അത്തരത്തിൽ കറുത്ത വസ്ത്രം ധരിക്കുന്നതിനോ മാസ്ക് ധരിക്കുന്നതിനോ തങ്ങൾ എന്തായാലും എതിർപ്പില്ലെന്ന് പറയുമ്പോൾ തന്നെ ഈ പ്രതിഷേധ പരിപാടിയിൽ കറുത്ത വസ്ത്രം ധരിച്ചെത്തുന്നവരെ സ്വാഭാവികമായും പോലീസ് താക്കീത് ചെയ്യുന്നുണ്ട്. മാസ്ക് ഊരി ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. രൂപതയുടെ പരിപാടിയിൽ തന്നെ നമുക്കറിയാം, കോഴിക്കോട് രൂപത തന്നെ ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. കറുത്ത വസ്ത്രങ്ങൾ അതുപോലെ തന്നെ കറുത്ത മാസ്ക് ധരിച്ച് ഒരു കാരണവശാലും പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ ആദ്യ പരിപാടിയിൽ പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് നേരെ കരിങ്കൊടി വീശിയിട്ടുള്ളത്. സ്വാഭാവികമായും മറ്റു സ്ഥലങ്ങളിൽ അപർണ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാവും. ഒരുപക്ഷെ മാസ്കുള്ള ആളുകളെല്ലാം തന്നെ തടഞ്ഞു വെക്കാനുള്ളൊരു സാധ്യതയിലേക്കും പോകുന്നുണ്ട്. കാരണം ഈ പരിപാടികൾ നടക്കുന്ന, അതായത് മുഖ്യമന്ത്രിയുടെ 2 പരിപാടികൾ, ഒന്ന് ട്രിപ്പൻഡ് ഹോട്ടലിലാണ്. ഇതിന്റെ സമീപം തന്നെയാണ് ഇപ്പോൾ സഹകരണ ആശുപത്രിയുള്ളത്. തൊട്ടടുത്ത് തന്നെ മുഖ്യമന്ത്രിക്ക് 1 മിനിറ്റോ 2 മിനിറ്റോ കൊണ്ട് അവിടെ എത്താൻ കഴിയും. അവിടെ നിന്ന് ഏകദേശം 5 മിനിറ്റിൻ്റെ അധികം വേണ്ട ക്രിസ്ത്യൻ കോളേജിനടുത്ത് എത്താൻ. ഇവിടെയാണ് ഇവരുടെ ജൂബിലി ആഘോഷം നടക്കുന്നത്, അതായത് നവതി ആഘോഷം നടക്കുന്നത് കോഴിക്കോട് രൂപതയുടെ. ഇവിടെയാണ് പിന്നെ മുഖ്യമന്ത്രിയുടെ പരിപാടിയുള്ളത്. അതിനുശേഷം അദ്ദേഹം കണ്ണൂരിലേക്ക് തിരിച്ചു പോകും. അദ്ദേഹം തിരിച്ചു പോകുന്ന വഴികളിലെല്ലാം തന്നെ കൃത്യമായ കനത്ത പോലീസ് സന്നാഹം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ വടകരയും അദ്ദേഹം കടന്നു പോകുന്ന കൊയിലാണ്ടി വടകര ഭാഗങ്ങളിലെല്ലാം തന്നെ പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കാരപ്പറമ്പിലാണ്. പ്രധാനമായും കാരപ്പറമ്പ് വഴിയാണ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ റൂട്ടിലൂടെയാണ് മുഖ്യമന്ത്രി കടന്നുപോയത്. ഇവിടെയാണ് യൂത്ത് കോൺഗ്രസ് അതുപോലെ തന്നെ യുവമോർച്ച പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ചാടി വീഴുകയും കരിങ്കൊടി കാണിക്കുകയും ചെയ്ത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഇതിനകം തന്നെ 4 പേരെ, നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ചാണെങ്കിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഉള്ളതാണ്. അപർണ, ഞാൻ തിരികെ എത്താം. വിനേഷ്, അശ്വിൻ വലത്തും നമുക്കൊപ്പം ചേർന്നു. അശ്വിൻ, ഏത് രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് കോഴിക്കോടും കാണുന്നത്? മലപ്പുറത്ത് ഉള്ളതുപോലെ തന്നെ ട്രൈപ്പൻ ഹോട്ടലിൽ നടക്കുന്ന പുസ്തക പ്രകാശനത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് ചാത്തന്നി മാസ്റ്റർ നമ്മുടെ സംസ്ഥാനത്തെ
ആദ്യകാല രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു എന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ്. മുഖ്യമന്ത്രി സംസാരിക്കണതിന് തത്സമയ സംരക്ഷണം തുടരും. വളരെ പെട്ടെന്ന് തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. കോഴിക്കോട് ട്രൈപ്പൻ ഹോട്ടലിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. ഇപ്പോൾ പുസ്തക പ്രകാശനം. അതിനിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ന് മലപ്പുറത്ത് നിന്ന് നടന്ന പരിപാടിയിലും കോഴിക്കോട്ടേക്ക് വരുന്ന വഴിയിലും ഉണ്ടായത്. വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു മലപ്പുറത്തും. അതോടൊപ്പം തന്നെ കോഴിക്കോടും 500ഓളം പോലീസുകാരെ സുരക്ഷയ്ക്ക് നിയോഗിച്ചിട്ടുണ്ട്. 11 ഡിവൈഎസ്പിമാരും 30 SIമാരടക്കം ഈ സുരക്ഷയ്ക്ക് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ കോഴിക്കോട് രൂപത അടക്കമുള്ളവർ പരിപാടികളിൽ കറുത്ത മാസ്ക് അടക്കം ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിരിക്കുന്നു. ബിനേഷ് കുമാറിലേക്ക് വീണ്ടും. ബിനേഷ്, മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്ന വേളയിൽ വേദിക്ക് പുറത്ത് ഏത് രീതിയിലാണ് പ്രതിഷേധം ശക്തമാക്കുന്നത്? മാത്രമല്ല, വരും മണിക്കൂറുകളിൽ പോലീസ് സുരക്ഷ ശക്തമാക്കുന്ന മുറയ്ക്ക് പ്രതിഷേധം ഘടിപ്പിക്കാൻ കൂടിയാണോ പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം? മലപ്പുറത്തെ 2 പരിപാടികൾക്കും ആ സമയത്തുണ്ടായ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനും ശേഷം ഉച്ചകഴിഞ്ഞാണ് മുഖ്യമന്ത്രി കോഴിക്കോട്ടേക്ക് എത്തിയിരിക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് യാത്രയിൽ ഉടനീളം ചെയ്തിരിക്കുന്നത്. മലപ്പുറത്ത് 700ഓളം പോലീസുകാരെ വിന്യസിച്ചപ്പോൾ 500ഓളം പോലീസുകാരെയാണ് കോഴിക്കോട്ട് വിന്യസിച്ചത്. അശ്വിൻ വല്ലത്തുചേരുന്നു. അശ്വിൻ, സുരക്ഷ കൂടുതൽ ശക്തമാക്കുന്നു. ഈ ഉണ്ടായ പ്രതിഷേധം പോലും സുരക്ഷയിലെ പാളിച്ചയാണെന്ന് പോലീസ് വിലയിരുത്തുകയും ചെയ്യുമ്പോൾ വരും മണിക്കൂറുകളിൽ കൂടുതൽ ജാഗരൂകരായിരിക്കും പോലീസ് എന്നുള്ള തർക്കമില്ല. ഏത് രീതിയിൽ പ്രതിഷേധം ഘടിപ്പിക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം? ഈ മിനിറ്റിലെ വിവരങ്ങൾ എങ്ങനെ? അപർണ, ഇത്രയൊക്കെ പഴുതടച്ച സുരക്ഷയൊരുക്കിയിട്ടും കോഴിക്കോട് ജില്ലയിലേക്ക് മുഖ്യമന്ത്രി പ്രവേശിച്ചത് മുതൽ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ ശക്തമായ പ്രതിഷേധം നേരിടുകയാണ്. പന്തീരങ്കാവിൽ വെച്ചാണ് ആദ്യത്തെ പ്രതിഷേധം ഉണ്ടായത്. മലപ്പുറം ജില്ലയിൽ നിന്ന് കോഴിക്കോടേക്ക് വരുമ്പോൾ രാമനാട്ടുകര ബൈപ്പാസ് കഴിഞ്ഞ് പന്തീരങ്കാവ് വെച്ചാണ് ആദ്യം യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച് കരിങ്കൊടിയുമായി എത്തി. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ ഇവർ പെട്ടെന്ന് ചാടി വീണ് കരിങ്കൊടി കാണിക്കുകയായിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൌസിലെത്തി ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചതിന് ശേഷം മുഖ്യമന്ത്രി ആദ്യത്തെ പരിപാടിക്ക് ഇറങ്ങുന്ന വഴിയിൽ കാരപ്പുറത്ത് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി. അവിടെ വെച്ച് 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അവിടെ നിന്ന് മുന്നോട്ടേക്ക് വരുമ്പോൾ ഇരഞ്ഞിപ്പാലത്ത് വെച്ച് യുവമോർച്ച പ്രവർത്തകരുടെയും MSF പ്രവർത്തകരുടെയും കരിങ്കൊടി കാണിച്ചതുണ്ടായി. അവിടെയും മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് മുന്നിൽ പ്രതിഷേധമുണ്ടായി. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന ക്രിപ്പന്റെ ഹോട്ടലിന് മുന്നിലും അപ്രതീക്ഷിതമായി പ്രതിഷേധമുണ്ടായി. അവിടെ MSF പ്രവർത്തകർ കരിങ്കൊടിയുമായി എത്തുകയായിരുന്നു. കറുത്ത മാസ്കും കരിങ്കൊടിയുമായി 4 MSF പ്രവർത്തകരെത്തി. അവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇത്രയൊക്കെ പഴുതടച്ച സുരക്ഷ കോഴിക്കോട് നഗരത്തിൽ ഒരുക്കിയിട്ടും പ്രതിപക്ഷ സംഘടനകൾക്ക് അവരുടെ പ്രതിഷേധം അറിയിക്കാൻ കഴിഞ്ഞു. ഇവിടെ കോഴിക്കോട് നഗരത്തിൽ ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ട്രിപ്പന്റെ ഹോട്ടലിൽ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പങ്കെടുക്കാൻ ഉള്ളത് സഹകരണ ആശുപത്രിയുടെ ഒരു പരിപാടിയിലാണ്. അത് 2ഉം അടുത്തടുത്താണ്. ഏതാണ്ട് ഒരു 500 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ 500 മീറ്റർ ദൂരത്തിനിടയിൽ പോലും പോലീസ് ശക്തമായ ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും പ്രതിഷേധങ്ങൾ ചുരുങ്ങിയ സമയത്ത് ചുരുങ്ങിയ സ്ഥലത്തിനുള്ളിൽ ഇത്രയും പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ട് പോലീസ് ഈ റോഡിൽ ബന്ദോബസ്ത് ശക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ സഹകരണ ആശുപത്രിയിലെ പരിപാടിക്ക് ശേഷം മുഖ്യമന്ത്രി പങ്കെടുക്കാനുള്ളത് കോഴിക്കോട് രൂപതയുടെ 100ാം വാർഷികാഘോഷ പരിപാടിയിലാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. അവിടെ നേരത്തെ തന്നെ കോഴിക്കോട് രൂപത അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കറുത്ത വസ്ത്രവും കറുത്ത മാസ്കും വിലക്കിയിരുന്നു. അത് നേരത്തെ തന്നെ രൂപതയുടെ അഭിപ്രായമായി തന്നെ അത് വന്നിരുന്നു. പരിപാടിയുടെ സംഘാടകർ ആവശ്യപ്പെടുന്നതനുസരിച്ച് പരിപാടിയിൽ പങ്കെടുക്കുന്നവർ കറുത്ത വസ്ത്രം ധരിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടാവുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. പക്ഷേ അവിടെ പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പോലീസ് കണക്കൂട്ടുന്നത്. പക്ഷേ ഈ പരിപാടിക്ക് ശേഷം
മുഖ്യമന്ത്രി കണ്ണൂരിലേക്ക് യാത്ര ചെയ്യും. കണ്ണൂരിലേക്ക് കടന്നു പോകുന്ന വഴിയിൽ കൊയിലാണ്ടി, വടകര, മാഹി, തലശ്ശേരി എന്നീ സ്ഥലങ്ങൾ പിന്നിട്ടാണ് മുഖ്യമന്ത്രി കണ്ണൂരിലേക്ക് പോവുക. ഇവിടങ്ങളിലൊക്കെ പ്രതിഷേധമുണ്ടാവാനുള്ള ഒരു സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെല്ലാം ഇപ്പോൾ നാഷണൽ ഹൈവേയിലൂടെ മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴിയിലെല്ലാം തന്നെ ഇപ്പോൾ തന്നെ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഓരോ 500 പോയിന്റും ചെക്ക് പോയിന്റും അതേപോലെ തന്നെ പോലീസ് വാഹനങ്ങളുമുണ്ട്. കൃത്യമായ പട്രോളിംഗ് നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒഴിഞ്ഞ ബിൽഡിങ്ങിനടുത്തോ മറ്റോ ഒക്കെ ഈ പ്രതിപക്ഷ സംഘടനാ പ്രവർത്തകർ പ്രതിഷേധം കാണിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്നാൽ കൂടിയും പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അശ്വിൻ വലത്ത് വിവരങ്ങൾ നൽകുമ്പോൾ കോഴിക്കോട്ടത്തെ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ തുടർ പരിപാടികളിലും പോലീസ് കനത്തമായ സുരക്ഷ, ഒപ്പം മുഖ്യമന്ത്രി തിരികെ പോകുന്ന വഴി അടക്കം പോലീസ് കൂടുതൽ സുരക്ഷ ഒരുക്കുകയും ചെയ്തിരിക്കും. അതേസമയം പ്രതിഷേധം മഴയത്തും ശക്തമാകുന്ന കാഴ്ചകളും ഒരു വശത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. പോലീസ് പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ദൃശ്യങ്ങളും കാണാം. ഇന്ന് രാജ്യം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് രാവിലെ മലപ്പുറം ജില്ലയിലെ പരിപാടികളിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് ഒരുക്കിയ അതീവ സുരക്ഷയിൽ തവനൂർ സെൻട്രൽ ജയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാവിലെ തൃശൂരിൽ നിന്ന് തവനൂരിലേക്ക് പുറപ്പെട്ടത് മുതൽ വിവിധയിടങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ഉണ്ടായി. പ്രതിഷേധവുമായി എത്തിയ യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കുറ്റിപ്പുറം പാലത്തിന് സമീപം പോലീസ് തടഞ്ഞത് സംഘർഷത്തിനുമിടയാക്കി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ ജലപീരങ്കി പ്രയോഗിച്ച പോലീസ് ലാത്തി വീശി. കറുത്ത മാസ്ക് വിലക്കിനെ ന്യായീകരിച്ച് മന്ത്രി എം വി ഗോവിന്ദനും ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനും മാസ്ക് ഒരു പ്രതിഷേധ ഉപകരണമാക്കുകയാണെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു. കറുത്ത മാസ്കും ഷർട്ടും തന്നെ ധരിക്കണമെന്ന് എന്താണ് ഇത്ര നിർബന്ധമെന്നായിരുന്നു ഇ പി ജയരാജന്റെ ചോദ്യം. ഈ കറുത്ത മാസ്ക് തന്നെ ധരിക്കണമെന്ന് എന്താ നിങ്ങൾക്ക് ഇത്ര നിർബന്ധം? കറുത്ത ഷർട്ട് ഇട്ടിട്ടേ പോകണ്ടെന്നുള്ളതിന് എന്താ ഇത്ര നിർബന്ധം? നിങ്ങൾ ഇതുവരെ കറുത്ത മാസ്ക് ധരിച്ചിരുന്നു. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഒരു മുഖ്യമന്ത്രിക്ക് സെക്യൂരിറ്റി ഒന്നും വേണ്ട. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പ്രതിപക്ഷം ഞങ്ങളാണ്, ഞങ്ങൾ അക്രമം കാണിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം, ഉമ്മൻചാണ്ടിക്കും അറിയാം.
ഇന്ന് വടിയും കത്തിയും വാളും എടുത്ത് നടക്കില്ലേ? RSS സംഘപരിവാറും UDF ഒന്നിച്ചിട്ട്. അപ്പോൾ ഒരു സെക്യൂരിറ്റിയും വേണ്ടെന്നാ? എന്തടിസ്ഥാനത്തിലാണ് ഈ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ തെറ്റായ ചിത്രീകരണങ്ങൾ നടത്തുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ്? അതൊക്കെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് മാസ്ക് ധരിച്ചു എന്നുള്ളതല്ല പ്രശ്നം. മാസ്ക് തന്നെ ഒരു പ്രതിഷേധത്തിൻ്റെ ഉപകരണമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുന്നുണ്ടാവുള്ളൂ, ഒത്തിരി ഉണ്ടാവുള്ളൂ. അതാണ് പോലീസ് ചെയ്തിട്ടുണ്ടാവുക. അതിലിപ്പോൾ ഒരു നയപരമായ പ്രശ്നമൊന്നും അതിൻ്റെ അകത്തില്ല. സെക്യൂരിറ്റി ആവശ്യമുള്ള സെക്യൂരിറ്റി എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പോഴാ സെക്യൂരിറ്റി നൽകുക എന്നുള്ളത് തന്നെയാണല്ലോ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ്ജെൻഡേഴ്സുകൾക്ക് പൂർണ്ണമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പമാണ്. അല്ല, അത് ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവമായിരിക്കും. കറുത്തതൊന്നും കാണാനേ പാടില്ലെന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്കെന്ന് പ്രതിപക്ഷ നേതാവ് D സതീശൻ. മുണ്ടുടുത്ത നരേന്ദ്രമോദിയാണ് പിണറായി. രാജാവിനേക്കാൾ രാജഭക്തിയുള്ള പോലീസുകാരാണ് കേരളത്തിലെന്നും സതീശൻ വിമർശിച്ചു. അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിൽ കറുത്തത് കാണാനേ പാടില്ല. കറുത്ത വസ്ത്രം പാടില്ല, കറുത്ത മാസ്ക് പാടില്ല. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? അപ്പോൾ മുണ്ടുടുത്ത നരേന്ദ്രമോദിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ള ഞങ്ങളുടെ ആക്ഷേപം പൂർണ്ണമായി ശരിവെക്കുകയാണ്. നരേന്ദ്രമോദി എന്തെല്ലാമാണ് ചെയ്യുന്നത് അതെല്ലാം കേരളത്തിൽ ആവർത്തിക്കേണ്ട എന്ത് കാര്യമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കുള്ളത്? മുഖ്യമന്ത്രിയുടെ കണ്ണിലും മനസ്സിലും ഇരുട്ട് കയറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് കണ്ണിൽ കൂടി നോക്കുന്നതെല്ലാം കറുത്തതായിട്ട് കാണുന്നത്. കോഴിക്കോട് ട്രൈപ്പൻ ഹോട്ടലിൽ നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. തത്സമയത്തിലേക്ക് വീണ്ടും. 3 പരിപാടികളാണ് ഇന്ന് മുഖ്യമന്ത്രിക്ക് കോഴിക്കോടുള്ളത്. ഇന്നൊരു പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് ട്രൈപ്പൻ ഹോട്ടലിലുള്ള പരിപാടി ആദ്യം, അതിനുശേഷം ജനറൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കും മുഖ്യമന്ത്രി. മലപ്പുറത്തും അതിനുശേഷം കോഴിക്കോടും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. അന്ന് വൈകുന്നേരം 5:30 കോഴിക്കോട് രൂപതയുടെ ശതാബ്ദി ആഘോഷത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ട്രൈപ്പൻ ഹോട്ടലിൽ നിന്നുള്ള ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ട്രൈപ്പൻ ഹോട്ടലിൽ നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി അടുത്ത ചടങ്ങിലേക്ക് കടക്കുന്നു. ജില്ലാ സഹകരണ ആശുപത്രിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ബ്ലോക്ക് ഉദ്ഘാടനമാണ് അടുത്ത ചടങ്ങ്. ട്രൈപ്പൻ ഹോട്ടലിലെ ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ ഓരോ ദിവസവും ദുരൂഹതകൾ വർദ്ധിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്. കേന്ദ്ര ഏജൻസികൾ നിലപാട് വ്യക്തമാക്കണം, അല്ലെങ്കിൽ നിയമപരമായി നീങ്ങുമെന്നും D സതീശൻ പറഞ്ഞു. ഈ കേസും അങ്ങോട്ടാണ് പോകുന്നത് എന്ന് വ്യക്തമാണ്. എന്താണ് കേന്ദ്ര ഏജൻസികൾ നിലപാട് വ്യക്തമാക്കാത്തത്? കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അവർ വ്യക്തമാക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതുവരെ ഒരു കാര്യവും അവർ ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ട് അനങ്ങുന്നില്ല? ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ട്. സോണിയയ്ക്കും രാഹുലിനും ED നോട്ടീസ് നൽകിയത് ഇവിടെയുള്ള കോൺഗ്രസുകാർ അറിഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഷ്ട്രീയ എതിരാളികളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നേരിടുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാഷ്ട്രീയ പ്രതിയോഗികളെ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് നിശബ്ദമാക്കാനുള്ള ശ്രമമാണ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അവര് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പക്ഷെ ആ സംഭവം ഇവിടുത്തെ UDFകാർ, പ്രത്യേകിച്ച് കോൺഗ്രസ് അറിഞ്ഞിട്ടേയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നവര് ചോദിക്കുന്ന സ്ഥിതിയാണ്. ആരും ആ കാര്യം സംസാരിക്കുന്നതേ കേൾക്കുന്നില്ല. മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് പേടിയാണെന്ന് K മുരളീധരൻ. പൊതുയോഗങ്ങളിൽ വീരവാദം പറയുന്നു. EDക്കെതിരെ കോൺഗ്രസ് സമരം തുടരുമെന്നും മുരളീധരൻ പറഞ്ഞു. ആദ്യം മുഖ്യമന്ത്രിയുടെ മാനസിക നിലയൊന്ന് പരിശോധിക്കണം. ഈ നിറത്തിനോടുള്ള ഒരു പേടി, കറുപ്പ് കണ്ടാൽ പേടി. അതാ ഞാൻ ഇന്നലെ പറഞ്ഞത്, സിംഗിൾ ചങ്ക് പോലും ഇല്ല എന്ന് പറയാൻ കാരണതാ. കറുപ്പ് കണ്ടാൽ പിന്നെ ആ ഭാഗത്തേക്ക് നിൽക്കില്ല. ഏതാണ്ട് കുരിശ് കണ്ട ഡ്രാക്കുളയെ പോലെയാണ് കറുപ്പ് കണ്ടാൽ മുഖ്യമന്ത്രി. ഒരു കാരണവശാലും ഇതുപോലത്തെ പ്രവർത്തികൾ ഇനി അംഗീകരിക്കാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങൾ 2 രീതിയാണ് കേരളത്തിൽ EDക്കെതിരെ സമരം ചെയ്യുന്നത്. EDക്കെതിരെ സമരമുണ്ട്. അതായത് പ്രോ BJP, പ്രോ പിണറായി EDക്കെതിരായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ സമരം. കോഴിക്കോട് നിന്ന് വീണ്ടും അശ്വിൻ വല്ലത്ത് ചേർന്നു. അശ്വിൻ, അടുത്ത പരിപാടി മുഖ്യമന്ത്രിയുടേത് ജില്ലാ സഹകരണ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അത് എത്ര ദൂരമാണ് ഈ ചടങ്ങിൽ നിന്ന് അടുത്ത ചടങ്ങിലേക്ക് ഉള്ളത്? ഏത് രീതിയിലുള്ള സുരക്ഷ? പുറത്തെ ഒരു പൾസ് എങ്ങനെയാണ്?
അപർണ, ട്രിപ്പ് ഹോട്ടലിൽ നിന്ന് മുഖ്യമന്ത്രി ഇനി അടുത്ത ചടങ്ങിൽ പങ്കെടുക്കേണ്ട സഹകരണ ആശുപത്രിയിലേക്കുള്ളത് ഏതാണ്ട് ഒരു 3/4 കിലോമീറ്റർ ദൂരമാണ്. ഈ ദൂരത്തിൽ പോലീസ് സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ചത് മുതൽ ഇതുവരെ 4 സ്ഥലങ്ങളിൽ കരിങ്കൊടി പ്രകടനം കാണേണ്ടി വന്നു. അത് തുടക്കം മലപ്പുറം ജില്ലയിൽ നിന്ന് കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിച്ചപ്പോൾ പന്തിരങ്കാവ് ബൈപ്പാസിലായിരുന്നു ആദ്യത്തെ പ്രതിഷേധം. അത് യുവമോർച്ച പ്രവർത്തകരുടേതായിരുന്നു. അതിനുശേഷം അതിന് പിന്നാലെ മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കാരപ്പറമ്പ് വെച്ച് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ ടി റനീഷ് ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ അവിടെ കസ്റ്റഡിയിലാവുന്ന സാഹചര്യവും ഉണ്ടായി. അതിനുശേഷം അവിടുന്ന് പിന്നീട് ഇങ്ങോട്ടേക്ക് മുഖ്യമന്ത്രി ഇപ്പോൾ തൊട്ടു മുൻപ് പരിപാടിയിൽ പങ്കെടുത്ത ട്രിപ്പ് ഹോട്ടലിന് മുന്നിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതേപോലെ തന്നെ MSF പ്രവർത്തകരും മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. ഇങ്ങനെ ഈ സ്ഥലങ്ങളിലെല്ലാം ഈ പരിപാടിയിൽ വരുന്ന സ്ഥലങ്ങളിലെല്ലാം പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടാവുന്നുണ്ട്. പോലീസ് കർശനമായ സുരക്ഷ ഒരുക്കിയിട്ടും പലയിടങ്ങളിലും പ്രതിഷേധം ഉണ്ടാവുന്നു. ഈ കനത്ത മഴയിലും പ്രതിഷേധം അങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലായിടത്തും ഇനിയിപ്പോൾ എത്താനിരിക്കുന്ന സഹകരണ ആശുപത്രി പരിസരത്തും അതേപോലെ അത് കഴിഞ്ഞ് ഉള്ള പരിപാടി നടക്കുന്ന കോഴിക്കോട് രൂപത യുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തുമെല്ലാം തന്നെ ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. സഹകരണ ആശുപത്രിയിലെ പരിപാടിക്ക് ശേഷം മുഖ്യമന്ത്രി പോകേണ്ടത് കോഴിക്കോട് രൂപതയുടെ 100ാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്കാണ്. അവിടെ നിന്ന് അതാണ് മുഖ്യമന്ത്രിയുടെ കോഴിക്കോട് ജില്ലയിലെ അവസാനത്തെ പരിപാടി. അതിനുശേഷം മുഖ്യമന്ത്രി കണ്ണൂരിലേക്ക് തിരിക്കും. കണ്ണൂരിലേക്ക് പോകുന്ന വഴിയിലെല്ലാം പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അത് ഈ വരുന്ന വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ഇത്തരത്തിലുള്ള പ്രതിഷേധമുണ്ടാവാനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ കോഴിക്കോട് ജില്ലയിൽ ഈ മുഖ്യമന്ത്രി പോകുന്ന വഴിയിലെല്ലാം പോലീസ് വാഹനങ്ങൾ നിരന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓരോ 500 മീറ്ററിലും പോലീസ് വാഹനങ്ങളുണ്ട്. മാത്രമല്ല പെട്രോളിംഗ് ശക്തമാണ്. പാതയോരങ്ങളിൽ നിന്ന് എവിടെ നിന്നെങ്കിലും അത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ ശക്തമായ ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ മറികടന്നുകൊണ്ടാണ് നേരത്തെ ഉണ്ടായിട്ടുള്ള ഈ പ്രതിഷേധങ്ങളൊക്കെ നടന്നത്. അതുകൊണ്ട് കൂടുതൽ സൂക്ഷ്മത പോലീസ് ഇക്കാര്യത്തിൽ കാണിക്കും. നേരത്തെ തന്നെ രാവിലെ ഉണ്ടായ പ്രതിഷേധം, മലപ്പുറത്തുണ്ടായ പ്രതിഷേധവും അതേപോലെ കോഴിക്കോട് ഈ കരിങ്കൊടി കാണിച്ചതുമെല്ലാം തന്നെ സുരക്ഷാ വീഴ്ചയായി തന്നെ പോലീസ് കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ പോലീസ് സുരക്ഷ കൂടുതൽ കർശനമാക്കുകയാണ്. മുഖ്യമന്ത്രി പോകുന്ന വഴിയിലെല്ലാം അല്പസമയത്തിനകം മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട പല റോഡുകളും മുഖ്യമന്ത്രിയുടെ യാത്രയുടെ ഭാഗമായി മലപ്പുറത്തടക്കം ചില പൊതു റോഡുകൾ അടച്ചതിന്റെ ഭാഗമായി ബദൽ റോഡുകളിലൂടെ പോകേണ്ട സ്ഥിതി പൊതുജനങ്ങൾക്കുണ്ടായെന്നുള്ള രീതിയിലുള്ള പരാതികളെല്ലാം ഉയർന്നിരുന്നല്ലോ. കോഴിക്കോടും സുരക്ഷ കൊണ്ട് അങ്ങനെ ഒരു ഗതാഗതത്തിന് ആ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഞായറാഴ്ച ദിവസം കൂടിയാണ്. അത് പ്രധാനപ്പെട്ട റോഡുകളിലും അങ്ങനെ വലിയ അതായത് നീണ്ടു പോകുന്ന ഒരു ഗതാഗത ക്രമീകരണവും വിലക്കുകളും ഉണ്ടോ? കോഴിക്കോട് ഇപ്പോൾ നിലവിൽ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ, അത്തരം പ്രശ്നങ്ങളില്ല. കാരണം ഇപ്പോൾ ഉള്ളത് ബൈപ്പാസ് റോഡിലാണ്. കോഴിക്കോട് സരോവരം ബൈപ്പാസിലാണ് ഈ 2 സ്ഥലങ്ങളും, ഈ സഹകരണ ആശുപത്രിയും അതേപോലെ തന്നെ ട്രിപ്പ് ഹോട്ടലും രണ്ടും തമ്മിൽ ഏതാണ്ട് ഒരു 3/4 കിലോമീറ്ററിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ കാര്യമായിട്ടുള്ള നിയന്ത്രണം വരുത്തേണ്ടി വന്നിട്ടില്ല. ഇത് കഴിഞ്ഞുള്ള പരിപാടി നടക്കുന്നത് രൂപതയുടെ 100ാം വാർഷികാഘോഷം നടക്കുന്നത് കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജ് പരിസരത്താണ്, കണ്ണൂർ റോഡിലാണ്. അവിടെ ഒരു പക്ഷേ കൂടുതൽ നിയന്ത്രണങ്ങൾ വരുത്തേണ്ടി വരും. അങ്ങോട്ടേക്ക് അവിടെ ഇപ്പോൾ തന്നെ പോലീസ് ശക്തമായ ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ട്രിപ്പ് ഹോട്ടലിന് മുന്നിൽ പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിൽ ഇനി നടക്കാനിരിക്കുന്ന 2 പരിപാടികൾ സഹകരണ ആശുപത്രിക്ക് മുന്നിലും അതേപോലെ തന്നെ ഈ ക്രിസ്ത്യൻ കോളേജ് പരിസരത്തും ഈ 2 സ്ഥലങ്ങളിലും പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ 3 സ്ഥലങ്ങളിലും നേരത്തെ പ്രതിഷേധമുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട് സുരക്ഷ പറയുകയാണെങ്കിൽ 11 DSPമാർ, ACPമാർ, അതേപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷൻ ഇവരുടെയൊക്കെ തന്നെ കർശനമായിട്ടുള്ള വിലയിരുത്തലിന്റെയും അതേപോലെ മേൽനോട്ടത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും പ്രതിഷേധങ്ങൾ ഉണ്ടായെന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം സഹകരണ ആശുപത്രിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. പൈലറ്റ് വണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. ഈ ബൈപ്പാസ് സരോവരം ബൈപ്പാസ് റോഡിലൂടെ പൈലറ്റ് വാഹനം വന്നുകൊണ്ടിരിക്കുന്നു. സഹകരണ ആശുപത്രിയിലേക്ക് മറ്റൊരു വഴിയിലൂടെയാണ് കയറുന്നത്. നേരത്തെ നിശ്ചയിച്ചിരുന്ന വഴിയിലൂടെയല്ല, മറ്റൊരു വഴിയിലൂടെയാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം പോകുന്നത്. ഇതുവഴി സഹകരണ ആശുപത്രിയുടെ പ്രധാന എൻട്രൻസ്, അതായത് നേരത്തെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വഴിയിലൂടെയല്ല, മറ്റൊരു വഴിയിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നു. ഇനി ഉള്ള പരിപാടി, അടുത്ത പരിപാടി കോഴിക്കോട് രൂപതയുടെ 100ാം വാർഷികാഘോഷ പരിപാടിയാണ്. സഹകരണ ആശുപത്രിയിലെ പരിപാടിക്ക് ശേഷം മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് അയക്കും. അശ്വിൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ അതായത് ഗതാഗത ക്രമീകരണവുമായി ബന്ധപ്പെട്ടുള്ള വലിയ നിർദ്ദേശങ്ങൾ നഗരത്തിലില്ലെങ്കിലും പരിപാടികളിൽ ഈ പ്രതിഷേധമെല്ലാം മുന്നിൽ കണ്ടുള്ള നിയന്ത്രണങ്ങൾ ഏത് രീതിയിൽ? മാധ്യമപ്രവർത്തകർക്ക് പോലും നേരത്തെ 1 മണിക്കൂർ മുൻപാണ് കയറാനുള്ള അനുമതി എന്നുള്ള വിവരങ്ങളെല്ലാം ഉണ്ട്. കോഴിക്കോടുള്ള പരിപാടികളും അതങ്ങനെ തന്നെയാണോ?
ഇത്തരത്തിലുള്ള നേരത്തെ കറുത്ത മാസ്കിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് തന്നെ മാസ്ക് അഴിച്ചു മാറ്റാനൊക്കെ പറയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ കോഴിക്കോട് രൂപതയുടെ പരിപാടി അടുത്തതായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സാധാരണ പരിപാടിക്ക് ശേഷം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുപരിപാടി അതാണ്. അവിടെ നേരത്തെ ഈ രൂപത തന്നെ പരിപാടിയുടെ സംഘാടകർ തന്നെ പരിപാടിയിലേക്ക് കറുത്ത വസ്ത്രമോ കറുത്ത മാസ്കോ അണിഞ്ഞ് എത്തരുത് എന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. പരിപാടിയിൽ പങ്കെടുക്കേണ്ടവർ 1 മണിക്കൂർ നേരത്തെ അവിടെ എത്തണം. മാത്രമല്ല കറുത്ത വസ്ത്രവും കറുത്ത മാസ്കും ഒഴിവാക്കണം. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. നേരത്തെ ഈ ട്രിപ്പൻഡ ഹോട്ടലിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയ MSF പ്രവർത്തകർ ചെയ്തതും കറുത്ത മാസ്ക് വീശി കാണിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്ന. അത്തരത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രതിഷേധം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ പോലീസ് അവരുടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. പക്ഷേ പരിപാടിയുടെ സംഘാടകർ ഇപ്പോൾ ഈ രൂപതയുടെ പരിപാടിയുടെ സംഘാടകർ തന്നെയാണ് ഈ വസ്ത്രം ഒഴിവാക്കണം, കറുത്ത വസ്ത്രവും കറുത്ത മാസ്കും ഒഴിവാക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ പരിപാടി 5:30 പരിപാടി കഴിയും. അതിനുശേഷം മുഖ്യമന്ത്രി പോകുന്നത് കണ്ണൂരിലെ വീട്ടിലേക്കാണ്. പോകുന്ന വഴിയിലെല്ലാം ഈ പറയുന്നത് പോലെ പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യത പോലീസ് കണക്കാക്കുന്നുണ്ട്. ചെറിയ ടൗണുകളിലടക്കം ശക്തമായ പോലീസ് ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കോഴിക്കോട് ജില്ലയിൽ മുഖ്യമന്ത്രി പ്രവേശിച്ചതിന് ശേഷം തന്നെ 4 കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങൾ ജില്ലാ സഹകരണ ആശുപത്രിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ബ്ലോക്ക് ഉദ്ഘാടന ചടങ്ങിന് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം മന്ത്രി PM മുഹമ്മദ് റിയാസും പങ്കെടുക്കുന്ന ചടങ്ങ് കൂടിയാണ്. അതിന്റെ ഉദ്ഘാടന ചടങ്ങാണ്. അതിനുശേഷമാണ് കോഴിക്കോട് രൂപതയുടെ പരിപാടിയിലേക്ക് പോകുന്നത്. ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മറ്റ് വിശിഷ്ടാതിഥികളും വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. KDCH ജനനയുടെ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായി സ്വാഗത പ്രസംഗത്തിനായി KDCH വൈസ് ചെയർപേഴ്സൺ ശ്രീമതി KK ലതിക അവരെ ക്ഷണിക്കുന്നു. കോഴിക്കോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടികൾ തുടരുകയാണ്. ഇപ്പോൾ നടക്കുന്നത് ജില്ലാ സഹകരണ ആശുപത്രിയിലെ പരിപാടിയുടെ തത്സമയ സംപ്രേഷണമാണ് കാണുന്നത്. അതിനുശേഷം കോഴിക്കോട് രൂപതയിലെ ചടങ്ങിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. ഓരോ പരിപാടിക്ക് എത്തുമ്പോഴും ആ പരിപാടി നടക്കുന്ന സമയത്തും പുറത്ത് പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാലക്കാട് നഗരത്തിൽ കറുത്ത ഷർട്ടിട്ട് പ്രതിഷേധം. കാക്കയ്ക്കും ആനയ്ക്കും വരെ മുഖ്യമന്ത്രി ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണെന്ന് ഷാഫി പറമ്പിൽ പരിഹസിച്ചു. ജനങ്ങളെ കിലോമീറ്റർ അപ്പുറം തടഞ്ഞ് ഇനിയും മുഖ്യമന്ത്രി പിപ്പിടി തള്ള് നടത്തരുത്. വിജിലൻസിന്റെ തിടുക്കപ്പെട്ട നടപടികൾക്ക് എന്ത് ന്യായീകരണമാണുള്ളതെന്നും 19 തവണ ഷാഷ്കിറിനെ ADGP അടക്കം വിളിച്ചതിന് ഉത്തരമുണ്ടോ എന്നും ഷാഫി ചോദിച്ചു. ഹിറ്റ്ലറെ പോലും തോൽപ്പിക്കുന്ന സമീപനമാണ് പിണറായിയുടേതെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്ന ഏകാധിപത്യ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. കറുപ്പിനെ ഭയമാണെങ്കിൽ അദ്ദേഹം വീട്ടിലിരുന്നാൽ പോരെയെന്നും എന്തിനാണ് ഇങ്ങനെ അപഹാസ്യനാവുന്നതെന്നും മുരളീധരൻ. നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് നീങ്ങുക. മുഖ്യമന്ത്രിയുടെ സുരക്ഷ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്നത് അന്വേഷിക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഗവർണർ പറഞ്ഞു. You have brought it to my notice and I will inquire from the police sources about it. A wide range of protests were going demanding the resignation of Chief Minister. Do you know? How can I comment on that? How can I comment on that? But you have brought something to my notice. I will definitely try to know what is happening. പിണറായിയെ പിന്തുണച്ച് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. പിണറായിയെ ഉന്നം വെച്ചാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾ. പ്രതിപക്ഷം അർത്ഥശൂന്യമായ വിവാദത്തിന് ശ്രമിക്കുന്നതായും ജനങ്ങളെ കാര്യം ബോധ്യപ്പെടുത്താനാണ് CPM ശ്രമമെന്നും കാരാട്ട് പറഞ്ഞു. This is nothing but a planned attempt to try to target the LDF government and the Chief Minister. The opposition, if they want to conduct such an agitation, we, on behalf of the CPM and the LDF, have also decided to take this issue to the people, and I'm sure the people will decide that these are matters which do not concern neither their interests or the lives of the people nor the interests of the state.
സ്വപ്നയ്ക്കെതിരായ പരാതിയിൽ ഷാഷ്കിരനെയും ഇബ്രാഹിമിനെയും പോലീസ് ചോദ്യം ചെയ്യും. ഇരുവരോടും ഉടൻ ഹാജരാകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. കേസിൽ സാക്ഷിയായ സരിതാ നായരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്ന അപേക്ഷയുമായി അന്വേഷണ സംഘം തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകുമെന്ന് പോലീസ് അറിയിച്ചതായി ഇബ്രാഹിം ന്യൂസ് 18നോട് പറഞ്ഞു. സ്വപ്നയുമായുള്ള സംഭാഷണത്തിന്റെ വീഡിയോ കിട്ടിയാൽ ഉടൻ കേരളത്തിലെത്തും. അന്വേഷണത്തോട് പൂർണ്ണമായ സഹകരിക്കുമെന്നും ഇബ്രാഹിം. നോട്ടീസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലെ അഡ്രസ്സും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഇത് കിട്ടിയ ഉടനെ ഇന്നലെ തന്നെ വന്നേനെ. റിട്രീവ് ആയിട്ട് മറ്റേ OnePlusന്റെ ഫോണായതുകൊണ്ട് എന്തോ സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്തിട്ട് കിട്ടുന്നില്ല. എന്നിട്ട് അവര് ലാപ്ടോപ്പ് കൊണ്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല. വേറൊരാൾ വരുന്നു പറഞ്ഞിട്ടുണ്ട്, അയാളെ വെയിറ്റ് ചെയ്യാൻ. കെണിയിൽപ്പെടുത്താൻ ഗൂഢാലോചന നടന്നുവെന്നും സ്വപ്നയുടെ ഫോൺ പിടിച്ചെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ഷാജ്കിരൺ ഇന്നലെ DGPക്ക് പരാതി നൽകിയിരുന്നു. തന്നെയും സുഹൃത്തിനെയും കുടുക്കാൻ സ്വപ്ന ശ്രമിച്ചു. ശബ്ദരേഖയിൽ കൃത്രിമം നടത്തി, മാനനഷ്ടമുണ്ടാക്കി എന്നൊക്കെയാണ് പരാതിയിൽ ഉള്ളത്. ഫോൺ റെക്കോർഡ് ചെയ്തതിൽ ഗൂഢാലോചനയുണ്ടോ എന്നത് പരിശോധിച്ച ശേഷം ഷാജിനെ പ്രതിയാക്കണോ സാക്ഷിയാക്കണോ എന്ന കാര്യത്തിൽ അന്വേഷണ സംഘം തീരുമാനമെടുക്കും. പ്രതി ചേർത്താലും മൊഴി ശേഖരിക്കുന്നതിൽ തടസ്സമില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. തമിഴ്നാട്ടിലെത്തിയ ശേഷമാണ് ഷാജ്കിരൺ അഭിഭാഷകൻ മുഖേന പരാതി നൽകിയത്. കേസിൽ സാക്ഷിയായ സരിതാ നായരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തണം എന്ന അപേക്ഷയുമായി അന്വേഷണ സംഘം തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിക്കും. ന്യൂസ് 18 കൊച്ചി. സ്വർണ്ണക്കടത്ത് ഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്വപ്ന സുരേഷ് നാളെ ഹൈക്കോടതിയെ സമീപിക്കും. ഇതിനായി അഭിഭാഷകരെ കാണാൻ സ്വപ്ന കൊച്ചിയിലെത്തി. ഭീഷണിയുള്ളതിനാൽ സ്വയം സുരക്ഷയ്ക്കായി സ്വപ്ന ബോഡിഗാർഡുകളെ നിയോഗിച്ചു. NIA കേസിലെ ജാമ്യവ്യവസ്ഥ പ്രകാരം പാലക്കാട് സൌത്ത് സ്റ്റേഷനിൽ ഒപ്പിട്ട ശേഷമാണ് അഭിഭാഷകരെ കാണാൻ സ്വപ്ന കൊച്ചിയിലേക്ക് പോയത്. സ്വർണ്ണക്കടത്ത് കേസിൽ രഹസ്യമൊഴി നൽകിയ സ്വപ്നയ്ക്കെതിരെ സർക്കാർ ഗൂഢാലോചന, കലാപശ്രമം തുടങ്ങിയ കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു. എന്നാൽ ഇത് നിലനിൽക്കുന്നതല്ലെന്നും കേസ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സ്വപ്ന ഹൈക്കോടതിയെ സമീപിക്കുക. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ശബ്ദരേഖയുടെ പേരിൽ പുറത്തു നടക്കുന്ന പ്രതിഷേധങ്ങൾ തന്നെ ബാധിക്കുന്നതല്ലെന്ന് സ്വപ്ന. ഇത് എന്നെ ബാധിക്കുന്ന കാര്യം, എന്റെ സത്യം വെളിവായിക്കോട്ടെ. പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും സ്വപ്ന പറഞ്ഞു. ഗൂഢാലോചന റദ്ദാക്കണമെന്നാവശ്യപ്പെടുന്നതിനൊപ്പം ജീവന് ഭീഷണിയുണ്ടെന്നും സ്വപ്ന കോടതിയെ അറിയിക്കും. ശബ്ദരേഖ കോടതിയിൽ സമർപ്പിക്കണോ എന്ന കാര്യത്തിലും സ്വപ്ന നിയമോപദേശം തേടും. വെളിപ്പെടുത്തലിന്റെ പേരിൽ സുരക്ഷാ ഭീഷണിയുള്ളതിനാൽ സ്വയം സുരക്ഷയ്ക്കായി സ്വപ്ന ബോഡിഗാർഡുകളെ നിയോഗിച്ചു. ന്യൂസ് 18 പാലക്കാട്. കൂടുതൽ വാർത്തകൾക്കും ഇടവേള. EDയെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ഉപകരണമാക്കുന്നതായി KPCC അധ്യക്ഷൻ K സുധാകരൻ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസുകളിലേക്ക് നാളെ കോൺഗ്രസ് മാർച്ച് നടത്തും. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരായ ED നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് മാർച്ച്. എറണാകുളം ED ഓഫീസിലേക്ക് നടക്കുന്ന മാർച്ച് പ്രതിപക്ഷ നേതാവ് D സതീശനും കോഴിക്കോട് ED ഓഫീസിലേക്കുള്ള മാർച്ച് രമേശ് ചെന്നിത്തലയും ഉദ്ഘാടനം ചെയ്യും. ചിറയൻകീഴ് പെരുങ്കുഴിയിൽ മോഷണ കുറ്റം ആരോപിച്ച് നാട്ടുകാർ കെട്ടിയിട്ട് മർദ്ദിച്ചയാൾ ചികിത്സയിലിരിക്കെ മരിച്ചു. വേങ്ങോട് സ്വദേശി തുളസി എന്ന് വിളിക്കുന്ന ചന്ദ്രനാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കഴിഞ്ഞ മാസം 28-നാണ് സംഭവം. ചിറയൻകീഴ് പെരുങ്കുഴിക്ക് സമീപത്തെ വീട്ടിൽ നിന്നും പാത്രങ്ങൾ മോഷ്ടിച്ചുവെന്നാരോപിച്ച് ചിലർ ചന്ദ്രനെ തടഞ്ഞുവെക്കുകയും കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞു. സംഭവം എന്തെങ്കിലും എടുത്തു വെച്ചിട്ട് എടുക്കാൻ വന്നിരിക്കുന്ന സമയത്ത് വീട്ടിൽ കയറി കാണിക്കാൻ പറ്റിയ നിങ്ങൾ എവിടെ കയറിയ ഞാൻ പറഞ്ഞു വെള്ളം തരാം എവിടെ നിർത്തേന്ന് പറയാം. ഇല്ല അടുത്ത പാടി പറന്തലയ്ക്ക് വീഴും. ഇവർ അറിയിച്ചതിനെ തുടർന്ന് ചിറയൻകീഴ് പോലീസ് എത്തി ചന്ദ്രനെ കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ചന്ദ്രൻ അവശനിലയിലായിരുന്നു. പിന്നീട് പോലീസ് ചന്ദ്രനെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്നും മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തു. 9-ാം തീയതി അപ്പോഴത്തേക്ക് എണ്ണം പറഞ്ഞ് എനിക്കൊട്ടും വയ്യ, അപ്പോൾ എന്നെ ഒത്തി ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാനും പുള്ളിക്കാരൻ്റെ അനിയനും കൂടെ ആശുപത്രി കൊണ്ടുപോയി സ്കാനിങ്ങും ഇതെല്ലാം ചെയ്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞെന്ന് വെച്ചാൽ അണ്ണൻ്റെ വയറിന് നല്ല ഇൻഫെക്ഷൻ ആയിപ്പോയി, എന്തോ നല്ല മർദ്ദനയേറ്റതാണ്, പുള്ളിക്കാരൻ ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്ത് അന്ന് രാത്രി 7 മണിയായപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ മരിച്ചു. പക്ഷേ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കൊലപാതക ശ്രമം തന്നെയാണ്. മർദ്ദിച്ച് അവശനാക്കി തന്നെയാണ് ആ മനുഷ്യനെ കൊന്നിരിക്കുന്നത്. പരാതിക്കാർ ഇല്ലാത്തത് കാരണം ചന്ദ്രനെ പിറ്റേ ദിവസം പോലീസ് ബന്ധുക്കളോടൊപ്പം വിട്ടയച്ചു.
വീട്ടിലെത്തിയ ചന്ദ്രന് അടുത്ത ദിവസം മുതൽ ശക്തമായ പനി അനുഭവപ്പെട്ടു. തുടർന്ന് ബന്ധുക്കൾ വേങ്ങോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു. അവിടെ നിന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ആന്തരിക അവയവങ്ങൾക്ക് സാരമായി പരിക്കേറ്റതായി ഡോക്ടർമാർ കണ്ടെത്തി. ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് ചന്ദ്രൻ മരിച്ചത്. ബന്ധുക്കൾ ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്ക് പരാതി നൽകി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ചിറയൻകീഴ്. അട്ടപ്പാടി മധു കേസിൽ വിചാരണ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മധുവിന്റെ അമ്മ നാളെ ഹൈക്കോടതിയെ സമീപിക്കും. പുതിയ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതുവരെ വിചാരണ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മധുവിന്റെ അമ്മ മല്ലി നാളെ ഹൈക്കോടതിയിൽ ഹർജി നൽകുക. ആൾക്കൂട്ടമർദ്ദനമേറ്റ് ആദിവാസി യുവാവ് മധു കൊല്ലപ്പെട്ട കേസിൽ നിലവിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് പരിചയക്കുറവുണ്ടെന്നും അതിനാൽ പകരം ആളെ നിയമിക്കുന്നതുവരെ വിചാരണ നിർത്തിവെക്കണമെന്നുമാണ് മധുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം. കഴിഞ്ഞ ദിവസം വിസ്താരവേളയിൽ 2 പ്രധാന സാക്ഷികൾ കൂറുമാറിയിരുന്നു. കൂറുമാറ്റം തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ കേസിൽ നീതി കിട്ടില്ലെന്ന് മധുവിന്റെ അമ്മ പ്രതികരിച്ചു. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ വിജയിക്കുമെന്നിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് എങ്ങനെയായാലും ഹൈക്കോടതി പോയിട്ട് അറിയാൻ വേണ്ടിയാണ് പോയത്. അഭ്യാസപ്പെട്ട് ക്ഷണിച്ചിട്ട് കൊടുത്തിട്ട് വരാൻ വേണ്ടി. അഡീഷണൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജേഷ് മേനോനെ പകരം നിയമിക്കണമെന്നാണ് സമരസമിതി വ്യക്തമാക്കുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് മറ്റേ അഡീഷണൽ പ്രോസിക്യൂട്ടർ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം കേസ് ശരിക്കും പഠിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടെയാണ് പഠിച്ചത്. ആ സമയത്ത് പലപ്പോഴും ഞാനൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇത് പഠിക്കണം, അങ്ങനെ വേറെ കുറേ നടപടിക്രമമുണ്ട്. ഇദ്ദേഹം ആകുമ്പോൾ എന്താ പറയുക, ഇദ്ദേഹത്തെ പ്രോസിക്യൂട്ടർ ആക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ സംഗതി കോടതിക്ക് മറ്റു നടപടി നീക്കാൻ പറ്റും. പ്രതികൾ പണം നൽകിയാണ് സാക്ഷികളെ സ്വാധീനിക്കുന്നതെന്നും ഇത് തടയാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. ന്യൂസ് 18 പാലക്കാട്. വയനാട് ബത്തേരിയിൽ മൊബൈൽ ടവറിൽ കയറി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. സുൽത്താൻ ബത്തേരി ഫെയർലാൻഡ് കോളനി സ്വദേശി 32-കാരനായ നിസാറാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. വീടിന് സമീപത്തെ ടവറിന്റെ മുകളിലാണ് നിസാർ കയറിയിരിക്കുന്നത്. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും അനുനയിപ്പിച്ച് താഴെയിറക്കാനുള്ള ശ്രമം തുടരുകയാണ്. രതീഷ് വാസ്തവൻ ചേരുന്നു. രതീഷ്, എന്താവശ്യത്തിനാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്? എന്താണ് സംഭവം? അപർണ, ഇയാളുടെ ഉദ്ദേശം സംബന്ധിച്ചുള്ള വ്യക്തതയില്ല. ചില കുടുംബ പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ഒരു ശ്രമത്തിന് അദ്ദേഹം മുതിർന്നതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും മറ്റ് പ്രശ്നങ്ങളോ ഒന്നും അദ്ദേഹം പറയുന്നില്ല. വീടിന് സമീപത്തെ ഫെയർലാൻഡ് കോളനി, സുൽത്താൻ ബത്തേരി ടൗണിന് സമീപമുള്ള ഒരു ടൗണിൽ തന്നെയുള്ള ഒരു കോളനിയാണിത്. ഇവിടെയാണ് ഈ സ്ഥലത്തെ പ്രധാന എല്ലാ തരത്തിലുള്ള ടവറുകളും ഉള്ളത്. ഇതിലുള്ള ഒരു ടവറിലാണ് അദ്ദേഹം ഇപ്പോൾ കയറിയിരിക്കുന്നത്. ടവറിൽ ഏറ്റവും ഉയരത്തിലെത്തി എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ അവസ്ഥ. താഴെ വരെ രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ എത്തിയെങ്കിലും ഇദ്ദേഹത്തെ അനുനയിപ്പിച്ച് താഴെ ഇറക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകളായി ഇദ്ദേഹം ഇതിന് മുകളിൽ കയറിയിട്ട് ഉച്ചയ്ക്ക് 1 മണിയോടെ ഇദ്ദേഹം മുകളിൽ കയറിയെന്നാണ് മനസ്സിലാവുന്നത്. പിന്നീട് വളരെ സമയം കഴിഞ്ഞാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. എന്തായാലും അതിനുള്ള ശ്രമങ്ങളും അന്വേഷണ ശ്രമങ്ങളും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഉൾപ്പെടെ സ്ഥലത്തുണ്ട്. മണിക്കൂറുകൾ കഴിഞ്ഞുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. രതീഷ് വാസ്തവൻ വിവരങ്ങൾ നൽകിയത്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. അടുത്ത വാർത്ത അല്പസമയത്തിനകം. നമസ്കാരം.